സായി പറയുന്നുണ്ട് വ്യക്തമായിട്ട് സായിയെ നല്ലൊരു മനുഷ്യനാക്കി പുറത്തേക്ക് കൊണ്ടുവന്നത്. അതുകൊണ്ടാണ് സായ പ്രൈസ് മണി എടുത്തിട്ട് പുറത്തേക്ക് വരുന്നത്. കൂടിയൊന്നോ 2-3 ദിവസം അല്ലെങ്കിൽ 4 ആളുടെ നടുവിന് കംപ്ലൈന്റ് ആയതുകൊണ്ട് സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് ആയിട്ട് അവിടെ പെരുമാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ സീക്രട്ട് ഏജന്റ് അദ്ദേഹം വന്നു, പ്രൊഫൈൽ എൻട്രി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ. ജാസ്മിൻ അതിന് മുമ്പ് കണ്ടിട്ടുള്ള നേരത്തെ കണ്ടിട്ടുള്ള ലൈഫിനെ കുറിച്ച് സംസാരിച്ചു. ജാസ്മിൻ അതിന് മുമ്പ് നിന്ന് ഇൻഫ്ലുവൻസർ ആയിട്ടാണെങ്കിൽ പോലും വ്ളോഗ് ചെയ്തിരുന്ന ഒരാളാണ്. എന്തിനെ കുറിച്ചിട്ട് അവിടെ ചെയ്തിരുന്ന വ്ളോഗ്? മേക്കപ്സിനെ കുറിച്ച്, അതെ, നീറ്റ്നെസിനെ കുറിച്ച്, അവർ കൂടുതൽ ബ്യൂട്ടി വ്ളോഗ് ആണ്. എന്നിട്ട് അവിടെ ചെയ്യുന്ന നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? ഏറ്റവും സുന്ദരിയും അടിപൊളിയായിട്ട് നടക്കുന്നു അവിടെ ജാസ്മിൻ തന്നെയാണ്. മത്സരാർത്ഥികൾ സമയത്ത് നിന്നുള്ള രീതിയിലേക്ക് ഇത്രയും പരാതികൾ അവിടെ നിങ്ങൾ കുളിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ചായയിൽ ഞാൻ സ്ക്രീനിലുണ്ട്. എന്ത് സ്ക്രീനിൽ കുളിസീൻ കാണിക്കുമോ? കുളിസീൻ കാണിക്കുന്നില്ല, കുളിക്കുന്നില്ല എന്നുള്ളത് കണ്ടസ്റ്റൻസ് പറഞ്ഞില്ലേ? കണ്ടസ്റ്റൻസ് അങ്ങനെ എന്തൊക്കെ പറയുന്നു? ഗബ്രി ജാസ്മിൻ വിഷയത്തിൽ അവർ ഫേക്ക് ആണ്. കണ്ടസ്റ്റൻസ് അവിടെ നിങ്ങൾ എന്താണ് ഫേക്ക്? ഒരു പ്രണയം തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് തോന്നുക, എങ്ങനെയാണ് ഫേക്ക്? എത്ര നാളെ അങ്ങനെ അഭിനയിക്കാൻ പറ്റും? നഖം കടിക്കുന്നു എന്ന് പറഞ്ഞത് അത് അവളുടെ ഇഷ്ടമല്ലേ? അതൊരു വൃത്തികേടാണ്. പണ്ടത്തെ ആദിമ മനുഷ്യരൊക്കെ നഖം കടിച്ചാ കളഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ആദ്യം മനുഷ്യൻ തുണിയിലാണ്ട് നടക്കുന്നുണ്ട്. അപ്പൊ കുറെ ദിവസം നിൽക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. ഫേക്ക് ആയിട്ട് കളിക്കുന്നുള്ളത് താങ്കൾ സംഭവിച്ചു. ഞാൻ എന്താ സംസാരിക്കേണ്ട ആവശ്യം? താങ്കൾ തന്നെ പറയുന്നു മാറ്റം വന്നത് ഇവിടുന്ന ബിഗ് ബോസിൽ കേറിയ തൊട്ട് അയാൾ മാറി. ഫസ്റ്റ് ഡേ തൊട്ട് താങ്കൾ തന്നെ നേരത്തെ 4 ദിവസം കഴിഞ്ഞിട്ട് മാറിയിരുന്നു. ഹാർവിയോറ ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ശനിദശയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 6 സംസാര വിഷയമാകുമ്പോൾ എവിടേക്കോ മത്സരാർത്ഥികൾ ഫേക്കാണ് ഫേക്കല്ല എന്നുള്ള രീതിയിൽ 2 അഭിപ്രായം വരുന്നു അല്ലേ? അങ്ങനെ 2 അഭിപ്രായം വരുന്നുണ്ട്. പക്ഷെ എന്റെ അഭിപ്രായം അതല്ല. കാരണം ഫേക്ക് ആയി പോകുന്നുണ്ട്. അത് നമുക്ക് തോന്നുന്നു. കാരണം ഞാൻ ചോദിക്കട്ടെ, ഈ നമ്മള് പല സീസൺസിലും നമ്മുടെ ഈ ലാലേട്ടനാണെങ്കിലും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മളെ റിജുവനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പ്യൂരിഫൈ ചെയ്ത് അല്ലെങ്കിൽ നമ്മളെ ആ ഒരു നമ്മളിലുള്ള സത്ത മുഴുവൻ പുറത്തെടുത്ത് വേറൊരു മനുഷ്യരാക്കി പുറത്തേക്ക് ഇറക്കുന്ന ഒരു ഷോ ആണ്, ഒരു പ്ലാറ്റ്ഫോം ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞാൽ പുള്ളി തുടങ്ങുന്നത്. അത് ഓരോ സീസണിലും അങ്ങനെ തന്നെയാണ്. ഇറങ്ങിയ പല കാൻഡിഡേറ്റ്സും അങ്ങനെ പറഞ്ഞിട്ടുള്ള ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ട് നിങ്ങളായി നിൽക്കണം, ഒറിജിനലായിട്ട് നിൽക്കണം എന്നുള്ളത് അല്ലേ? ഇത് ബിഗ് ബോസിന്റെ ക്യാപ്ഷൻ തന്നെയാണ്. സോ അങ്ങനെ ഒറിജിനലായിട്ട് നിൽക്കുമ്പോഴും അതുവരെ കണ്ടുള്ള കണ്ടസ്റ്റൻസ് അതുവരെ എങ്ങനെ കണ്ടിട്ടുണ്ട് ഇവരെ സ്ക്രീനിലോ ഓഫ് സ്ക്രീനിലോ ഓൺ സ്ക്രീനിലോ എങ്ങനെ ആയിക്കോട്ടെ, അങ്ങനെ കണ്ടിട്ടുള്ള കണ്ടസ്റ്റൻസിനെ അവിടെ കാണുമ്പോൾ ഇതെല്ലാം അല്ലാതെ മാറിപ്പോകുന്നതാണ് കണ്ടിട്ടുള്ളത് അല്ലേ? എത്രയോ ഉദാഹരണങ്ങൾ നമുക്കുണ്ട്. ഇപ്പൊ കൃത്യമായിട്ട് ബിഗ് ബോസ് കണ്ടസ്റ്റന്റിലേക്ക് വൈൽഡ് കാർഡ് തീർച്ചയായിട്ടും ഫേക്ക് ആണ്. അതെങ്ങനെയാണ് ഒരാൾക്ക് ഇത്രയും നാള് ഫേക്ക്? വെറും 1-2 ദിവസത്തെ അല്ല, 100 days ആണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം കൂടിയായിരുന്നല്ലോ ഇപ്രാവശ്യം വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ടുള്ള സായി അതുവരെ കണ്ടിട്ടുള്ള മുഖമായിരുന്നു അവിടെ വന്നത്. അവിടെ വന്ന് കൃത്യമായിട്ട് എങ്ങനെ അവരെ കണ്ടു കഴിഞ്ഞു അവിടെ വന്നു അല്ലെ? അപ്പൊ ഗെയിം കളിച്ച് തുടങ്ങി ഗെയിം കളിച്ച് അവിടെ വന്ന് കണ്ടു. സായി അതുവരെ കളിച്ചു കഴിഞ്ഞിട്ട് കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് അല്ലെ? എവിടെയെങ്കിലുമൊക്കെ റിവീലായിട്ട് ഞാൻ ചെയ്യുന്ന രീതികൾ ഇതല്ല അല്ലെ? ഫേക്ക് വന്നില്ലേ? സത്ത വന്നത് എപ്പോഴാ? പിന്നീടാണ് എല്ലാരും ഫേക്ക് ആയിട്ട് കളിക്കുന്നു അല്ലെ? അവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്ന കളിക്കാനല്ലേ? പിന്നെ കല്യാണം കൂടാൻ പോയിക്കാണോ? കളിക്കാനല്ല അവിടെ വന്നിട്ടില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ അവിടെ എത്തി കഴിഞ്ഞപ്പോ ഇത് സായി സംസാരിക്കുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് അല്ലെ? പറയുന്നുണ്ട് വ്യക്തമായിട്ട് മനുഷ്യനാക്കി എത്ര ദിവസം? അതുകൊണ്ടാണ് സായ പ്രൈസ് മണി ചോദ്യത്തിന് ഉത്തരം പറയും. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് സായി വന്ന് കുറച്ച് ദിവസം അപ്പൊ അത്ര ദിവസം കുറച്ച് ദിവസം കളിച്ചത് ഫേക്ക് അല്ലേ? നിങ്ങൾ അതല്ലല്ലോ പറയുന്നത്. അവിടെ ഫേക്ക് ആണെന്നല്ലേ അതന്നെയാണ് പറയുന്നത്. അവിടെ കളിച്ച് ഒറിജിനൽ സത്തപ്പുറത്ത് വന്ന് ഞാൻ ഇങ്ങനെയല്ല എന്ന് എങ്ങനെയൊന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത്രയും ദിവസം ഫേക്ക് ആയി കളിച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് ആണെന്നാണ് അല്ലെ? സായി പ്ലാൻ സായി പറഞ്ഞത് ഞാൻ ജീവിതത്തിലും സീക്രട്ട് ഏജന്റായി മാറുന്നു എനിക്ക് തോന്നിയ മൊമെന്റിൽ ബിഗ് ബോസിൽ എത്തുന്നു. ആ ബിഗ് ബോസ് എന്നെ മനുഷ്യനാക്കി ഒരു നല്ല ഹ്യൂമൻ ബീയിങ് ആക്കി പുറത്തേക്ക് അതുവരെ നിന്ന ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് സായി.
സായി കൃഷ്ണ എന്ന് പറയുന്ന ആള് കാരണം secret അതുവരെ agent നിന്ന് ദിവസം സായി കാരണം കൃഷ്ണ എന്ന അദ്ദേഹം മനുഷ്യനെ പറയാണ് വിളിച്ചു ആദ്യത്തെ സ്വന്തം ദിവസമാണ് അച്ഛനെ, പറയുന്നുണ്ടെങ്കിൽ ഭാര്യയെ, അത് consent മാറിയിട്ടുണ്ട് ചെയ്ത അല്ലേ? മനുഷ്യനെ നല്ല അങ്ങനെ മനുഷ്യനാക്കി, വന്നിട്ടുണ്ടെങ്കിൽ family മാറി man ആക്കി പുറത്തിറക്കി. ഇല്ലേ? അപ്പൊ അതുവരെ അത് പുറം fake മൂടിയല്ലേ? അല്ലേ? എന്ത് പുറം? അതുവരെ താങ്കൾ പറയരുത്. സംസാരിക്കുന്നത് ആ സംഭവിച്ച ദിവസത്തെ പറ്റിയാ. അതൊരു അത്രയും transformation ആണ്. അല്ലേ? മിസ്റ്റർ fake ആവുന്നത്. അത്രയും ദിവസങ്ങൾ ഉണ്ടായിരുന്നത് Fake ഉള്ളവർ ബിഗ് എപ്പോഴും fake ആയിട്ട് ബോസിനകത്തല്ലേ? at the end നിൽക്കണം. അത്രയും ദിവസങ്ങൾ അതാണ് ഉണ്ടായിരുന്നത് fake ബിഗ് എത്രയും ബോസിനകത്തല്ലേ? ദിവസം. അല്ലേ? ഏതാണ്ട് 3-4 ദിവസം ബോസിനകത്തല്ലേ? കഴിഞ്ഞ് ചുമ്മാ അപ്പൊ വെറുതെ അങ്ങനെ വന്നു തർക്കിക്കല്ലേ കഴിയുമ്പോൾ രോഹൻ? തർക്കിക്കൽ നിങ്ങൾക്ക് ഇത് കാര്യമാണ്. സ്റ്റേറ്റ്മെന്റ് താങ്കൾ പറയുന്ന സായി കൃഷ്ണ statement എന്താണ് പറഞ്ഞത്? ഇത്രയും ഫേക്ക് ദിവസം ആയിട്ടാണോ നിന്ന് സായി കഴിഞ്ഞിട്ട് കൃഷ്ണ പറയുന്നത്? സായി കൃഷ്ണ സീക്രട്ട് അതുവരെ കണ്ടിട്ടില്ലാത്ത ഒരാൾ മാറിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റേറ്റ്മെന്റ് വരില്ല. നല്ല ഗുണങ്ങൾ പുറത്തേക്ക് വന്നു എന്നാണ്. അല്ലേ? അത് നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ആ ആണ്. ട്രാൻസ്ഫോർമേഷൻ അല്ലാതെ fake സംഭവിക്കുന്ന ness അല്ല അവിടെ. അതുവരെ ഗെയിമറായിട്ട് Fake എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിക്കുകയാണ്. ഷാരി തന്നെ പറഞ്ഞൊരു ഞാനൊന്നും കാര്യമുണ്ട്. പറഞ്ഞിട്ടില്ല. അവിടെ ഒരു നിങ്ങളല്ലേ ഗെയിമറായിട്ട് എന്നുള്ള രീതിയിലേക്ക് കളിക്കണമെങ്കിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് ഇങ്ങനെ ഞാൻ കളിക്കണം പറഞ്ഞിട്ടില്ല. വന്നു എന്നുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ല. ഇങ്ങനെ വന്നു അയാൾ താങ്കൾ സീക്രട്ട് പറഞ്ഞു. ഏജന്റ് എന്ന് പറഞ്ഞ അയാളുടെ പ്രൊഫൈലായിട്ടാണ് അയാൾ പറയുന്നുണ്ട്. അത് എന്നെ ജീവിതത്തിൽ വല്ലാതെ haunt ചെയ്തു, ആ പ്രൊഫൈലായിട്ട് സ്വാധീനിച്ചു. വന്ന ഒരാൾ പക്ഷേ അയാൾക്ക് കുറച്ച് അങ്ങനെ ദിവസം കളിക്കാൻ കഴിയുമ്പോൾ പറ്റിയില്ല. അത് തന്നെ അങ്ങനെ ഞാൻ കളിക്കാൻ പറഞ്ഞത്. പറ്റുന്നില്ല Fake ആയിട്ട് എന്ന് അവിടെ കുറേ നാളൊന്നും പറയുന്നുണ്ടെങ്കിൽ നിൽക്കാൻ പറ്റില്ല. പറ്റുന്നില്ല എന്ന് പറയുന്നത് പറ്റില്ല, അല്ലേ? മിസ്റ്റർ. പറ്റില്ല താനാണ് പറയുന്നത്. അപ്പൊ കുറെ ദിവസം നിൽക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുള്ളൂ. ഫേക്ക് ആയിട്ട് കളിക്കുന്നുള്ളത് താങ്കൾ സംഭവിച്ചു. Fake ആയിട്ടെന്ന് ഇനിയിപ്പോ ഞാൻ എന്താ സംസാരിക്കേണ്ട ആവശ്യം? നിങ്ങൾ താങ്കൾ വിഷയത്തെ തന്നെ പറയുന്നു വളച്ചൊടിക്കുകയാണ് ചെയ്യുന്നത്. കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ആള് ഫേക്ക് വളച്ചൊടിക്കുന്ന ആണെന്ന് നിങ്ങളെ മാറ്റി സ്വാഭാവികയിൽ പറയുന്നു. നിർത്തുക. അല്ലാതെ നമ്മളായിട്ട് ഷോ ചെയ്ത് പോയിട്ട് കാര്യമില്ല. നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ അടുക്കായിട്ട് ഞാൻ പറഞ്ഞ സംസാരിക്കും. ദിവസം ചുമ്മാ വെറുതെ 1-2 ബാസ് ദിവസം ഒച്ചയുണ്ടാക്കി ഫേക്ക് വല്ല ആയി കാര്യം. പറയുന്നു, കുറെ ദിവസങ്ങൾ ഫേക്ക് ആയി നിൽക്കുന്നു നിങ്ങളാണ് എന്നുള്ള സംസാര fake, ഞാൻ വിഷയം. fake എന്ന് അപ്പൊ പറഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത് ഈ ഫേക്ക് ആണെന്ന് പറയുന്നത് താങ്കൾ തന്നെ പറയുന്നു കുറച്ച് എടോ, ഒരാൾ ദിവസം ഗെയിം മാറിയില്ല കളിക്കാൻ എന്നുള്ളത്. വരുന്നത് ഗെയിം സ്ട്രാറ്റജി ആയിട്ടാ ആ വരുന്നത്. വരുന്ന പക്ഷെ ഒരാൾക്ക് സാധനങ്ങള് എത്ര കാലം അവിടെ അപ്പൊ fake അല്ലേ? അവിടെ എല്ലാവരും അപ്പൊ ഫേക്ക് ആയിട്ടാ അല്ലേ? കളിക്കുന്നു പറഞ്ഞു. അപ്പൊ അവിടെ വന്ന് അവരുടെ മുഖംമൂടി അഴിച്ചിടുന്നു ബിഗ് ബോസ്. താങ്കൾ ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞോട്ടെ. താങ്കൾ പറയുന്നു ഫേക്ക് അയച്ചാൽ തന്നെ കുറെ ദിവസം അവിടെ കളിക്കാൻ പറ്റത്തില്ല. ഇല്ല. കൂടി എന്നാ ഒരു 3-4 ദിവസം അതിനുള്ള അവരുടെ ജെനുവിൻ ആയിട്ട് കാണിക്കും. പിന്നെ അത് ഗെയിം അപ്പൊ ആ 3-4 ദിവസം കളിക്കുന്നത് ഫേക്ക് ആണ്. അതൊരു എന്താ പറയാ, അതൊരു സ്റ്റേറ്റ്മെന്റ് ആണോ? 3-4 ദിവസം കൊച്ചു കളിക്കുന്നത് പിള്ളേരെ fake പോലെ ആണോ? മറ്റേ ഞാൻ കോലുമിട്ടായി കിട്ടുന്ന കൊച്ചു ചോദിക്കട്ടെ, പിള്ളേരെ പോലെ അയ്യോ കളർ കുറച്ച് മാറിപ്പോയി അങ്ങനെ ദിവസം എന്നുണ്ടെങ്കിൽ ആ കളിച്ചത് ഫേക്ക് ആണോ? എന്ത് അവിടെ ഇവിടെ കളിക്കാൻ അവർക്ക് സമയം കിട്ടും. എങ്ങനെയാണ് ഫേക്കുകൾ അവിടെ പരിചയപ്പെട്ട് കാര്യങ്ങൾ അവരെ താങ്കളുടെ കാൽക്കുലേഷനിൽ ഫേക്ക് എന്ന് പറയുന്നത് സമയബന്ധിതമായിട്ട് ഇത്രയും കാലഘട്ടം വരെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് നിങ്ങൾ പറയുന്ന ഫേക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറിയെന്ന് നിങ്ങൾ റെക്കോർഡ് എടുത്ത് നോക്കുന്നത്. താങ്കൾ നോക്ക്, താങ്കൾ തന്നെ പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് മാറിയെന്ന്. താങ്കൾ തന്നെ പറയുന്നു 3-4 ദിവസം കഴിഞ്ഞാലും ഇത് മാറ്റും എന്നുള്ളത്. സ്വഭാവത്തെ മാറ്റി നല്ല സ്വഭാവത്തിലേക്ക് കൊണ്ടുവരികയാണ് ബിഗ് ബോസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അവർക്ക് നല്ല മനുഷ്യനാക്കി. അത് സായി കൃഷ്ണൻ എത്രയോ അപ്പൊ അങ്ങനെ നല്ലതാക്കണമെങ്കിൽ ധ്യാനം കൂടാൻ പോയ പോലെ ബിഗ് ബോസ് നന്നാവാൻ വേണം. അങ്ങനെ വരുമ്പോ ഗെയിം കളിച്ചിട്ട് അത് മാറ്റം വരുന്നുണ്ടെങ്കിൽ ആ പ്രസ്താവന ആദ്യ ദിവസം മുതൽ പറയണം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഈ പ്രഷറിൽ നിന്ന് അത് പറ്റില്ല എന്ന് വരുമ്പോ മാറുന്നതെങ്കിൽ അതുവരെ ഗെയിമിന് വേണ്ടി നിന്നിട്ടുണ്ടെങ്കിൽ അത് സ്ട്രാറ്റജി ആണെങ്കിൽ അവനവനായിട്ട് കളിക്കാൻ അതേ രീതിയിലേക്ക് കളിക്കാൻ തന്നെയാണ് എല്ലാവരും. എല്ലാവരും അങ്ങനെ ഇങ്ങനെ ഫേക്ക് ആയിട്ട് കളിക്കാനാണെങ്കിൽ എല്ലാവർക്കും ഈ വഴക്കിന്റെ ആവശ്യമില്ല. അവരെ അതേ വ്യക്തികൾ അതേ രീതിയിൽ ഏതുവരെ ബിഗ് ബോസ് ഹൗസിനകത്ത് പോകുന്നതിന് മുമ്പ് ഏതുവരെ നിന്നിരുന്നു, ഏത് നിലപാടുകൾ നിന്നിരുന്നു, അതുപോലെ അയാൾ പറയുന്നുണ്ട് അതിനകത്ത് സായികൃഷ്ണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അത് എന്റെ ജീവിതം, അതായത് എന്റെ കുടുംബം പോലും ഞാൻ അതിലേക്ക് ആയി പോകുന്നുണ്ടോ എന്ന് തോന്നി ആ ഫേക്ക്നെസ്സിൽ നിന്ന് അയാളെ മാറ്റിയെടുത്താണ് ബിഗ് ബോസ്. പിന്നെ എങ്ങനെയാണ് സായികൃഷ്ണയ്ക്ക് അവിടെ കളിക്കാൻ പറ്റുന്നത്? ഇത്ര ദിവസം കഴിഞ്ഞിട്ട് കൂടി 2-3 ദിവസം അല്ലെങ്കിൽ 4 ആളുടെ നടുവിന് കംപ്ലൈന്റ് ആയപ്പോൾ നിങ്ങൾ പറഞ്ഞ അവിടെ എല്ലാവരും ഫേക്ക് ആയിട്ട് കളിച്ചോണ്ടേ ഇരിക്കുന്നു. ഞാൻ കളിച്ചോണ്ടിരിക്കുന്നില്ല. ഒരു ദിവസം നിങ്ങൾ പറഞ്ഞിട്ടില്ല ഫേക്ക് എന്നുള്ള രീതിക്ക് പറഞ്ഞു. ആ ദിവസത്തെ തുടങ്ങിയത് താങ്കളാണ്. ഫേക്ക് എന്ന് പറയുന്നത് ഫേക്ക് ആയി കളിച്ചു കഴിഞ്ഞുകൊണ്ട് എന്ത് കളിയാണ് കളിച്ചത്? ഒരാൾ അവനവനായിട്ട് ചോദിച്ചോട്ടെ അവിടെ നിന്ന് കളിച്ചു ആണോ? അല്ല എനിക്ക് ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ഞാൻ ഞാൻ പറഞ്ഞു എന്താണ് ഫേക്ക്? ഒരു പ്രണയം തോന്നുക അല്ലെങ്കിൽ ഇഷ്ടം തോന്നുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് തോന്നുക എങ്ങനെയാണ് ഫേക്ക്? എത്ര നാളെ അങ്ങനെ അഭിനയിക്കാൻ പറ്റും? ഗബ്രിയോട് ജാസ്മിനോട് അവരോട് ചോദിക്കുകയാണെങ്കിൽ താങ്കൾ അവരുടെ അടുത്ത് പോയി സംസാരിക്കണം. ഇവിടെ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ ചോദ്യം ചോദിക്കുമ്പോൾ അതിന് ഉത്തരവാദിയാകുമ്പോൾ പറയരുത്. അവൻ നിന്ന് അവിടെ വന്ന് ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ട് ഏത് രീതിയിലേക്ക് മാറേണ്ടി വരും അല്ലെ? ഒരാൾ നിന്നുള്ള രീതിയിലേക്ക് അവനവനായി നിൽക്കുന്നതല്ല. ഗെയിമിന്റേതായിട്ടുള്ള രീതികളുണ്ട്. അവിടെ അതിനനുസരിച്ചിട്ട് മാറ്റം വന്നേക്കില്ലേ അല്ലേ? ആരാണ് ഫേക്ക് കളിക്കുന്നത് അവിടെ? ഏറ്റവും വലിയ ഉദാഹരണം ഇപ്പൊ പറഞ്ഞു. അവിടെ മാറിയിട്ടുണ്ടെങ്കിൽ സായി കേസ് പറഞ്ഞു. സായി എന്താണ് ഫേക്ക് കളിച്ചത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അയാൾ വളരെ നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആയിട്ടാണ് അവിടെ വന്നിട്ട് ഫേക്ക് കളിക്കാനെങ്കിൽ സായിക്ക് അവസാനം വരെ നിൽക്കായിരുന്നു. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇടയ്ക്ക് ഒരു മാറ്റം? എടാ അയാൾ ഫേക്ക് അല്ല, അതുകൊണ്ടാണ്. അപ്പൊ അതുവരെ ഇമോഷൻസ് ഉണ്ട്, ഫീലിംഗ്സ് ഉണ്ട്, സഹോദര്യം ഉണ്ട്, സ്നേഹമുണ്ട്. മാറ്റം വന്നത് ഇവിടുന്ന
ബിഗ് ബോസിൽ കയറിയ തൊട്ട് അയാൾ മാറി. ഫസ്റ്റ് ഡേ തൊട്ട് അതെ, ഫസ്റ്റ് ഡേ തൊട്ട്. അതെ. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞ 4-5 ദിവസം കഴിഞ്ഞിട്ട് മാറിയുന്നു. ഇത് എന്തത് ഓർമ്മക്കുറവുണ്ടോ? വന്നോട്ടെ, എനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ല. നിങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് മാറിയെന്നുള്ളത്. ഇപ്പൊ പറയുന്നു 1 ദിവസം തന്നെ പറയുന്നുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഫേക്ക് ആണ് അല്ലെങ്കിൽ അല്ല എന്നുള്ള സ്റ്റേറ്റ്മെന്റ് പറയുന്നില്ലേ, താങ്കളുടെ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു താങ്കൾ ആ പോയിന്റിലേക്ക് ആദ്യം വരുന്നത്. നിങ്ങളാണ് പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു അവിടെ ഉള്ള എല്ലാവരും ഫേക്ക് ആണ്. പിന്നെ നിങ്ങൾ തന്നെ പറയുന്നു പെട്ടെന്ന് ഒരു ഫേക്ക് ആവും. അതെന്തൊരു സ്ട്രാറ്റജിയാണ്? പെട്ടെന്ന് ഫേക്ക് ആവുന്നുള്ളല്ലേ പറഞ്ഞത്. ഫേക്ക് ആയതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞിട്ടുള്ള ചിന്തകൾ പുനർചിന്തകൾ വരുമ്പോ മാറുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ആ ചോദിച്ച ചോദ്യത്തിന് പോലും ഉത്തരവില്ലാതെ വേറെ എവിടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരികെ വരൂ, ഇവിടെ എത്തും. 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് അവർ മാറിയെന്ന് പറഞ്ഞ അതേ ശാരീരിക തന്നെ പറഞ്ഞ 5 ദിവസം തന്നെ മാറിയെന്ന്. ഇതിനെന്തെങ്കിലും മാറ്റമുണ്ടോ? അല്ല, മാറ്റമുണ്ട്. കാരണം സായി കൃഷ്ണയുടെ ഓരോ ദിവസവും അയാൾക്ക് പുരോഗതി പേഴ്സണലി ഫീൽ അതല്ല ഈ സ്റ്റേറ്റ്മെന്റ് ശാരികയൊക്കെ ചോദിക്കുന്നു 3 ദിവസം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, 5 ദിവസം മുതലാണ്. അതിൽ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇവിടെ തിരിച്ചു വരും. കാരണം ഒരാൾ വന്നോടനെ തന്നെ അവരെ പെട്ടി കിടക്കരുത്, വന്നോടനെ അവിടെ കളിക്കാനായിട്ട് ചാടി കളിക്കാനല്ല അവർ നിൽക്കുന്നത്. അവരൊരു ഹ്യൂമൻ ബീങ്സ് ആണ്. അവരതിനകത്ത് ഇറങ്ങുമ്പോൾ അതൊക്കെ ഒന്ന് പരിചിതമായി എടുക്കുന്നത് തന്നെ എടുക്കും 24 hour 48 hour. ആ അതിനുള്ളിൽ തന്നെ സായി അതിനോട് പരിചിതമാകുകയും സായി തന്നെ പറഞ്ഞിട്ടുണ്ട്, എനിക്കിനകത്ത് കയറി വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഒരിക്കലും സീക്രട്ട് ഏജന്റ് ആയിട്ട് ഞാൻ നിൽക്കാം, ഞാൻ എന്നെ ഒറിജിനലായ സായി ആയിട്ട് വരുന്നു. അപ്പൊ സീക്രട്ട് ഏജന്റ് ആയിട്ട് അവിടെ നിന്നിട്ടുണ്ട് താങ്കൾ സംഭവിച്ചു. സീക്രട്ട് ഏജന്റ് ഒരു ദിവസം എന്ന് പറയുന്ന ആ സീക്രട്ട് എന്ന പ്രൊഫൈലല്ലേ മിസ്റ്റർ അങ്ങോട്ട് വരുന്നത്. സായി കൃഷ്ണയല്ല വന്നത്, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാണ് വന്നത്. താങ്കൾ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പോലെ 3-4 ദിവസം കളിക്കുന്നു എന്നല്ല. താങ്കൾ ആദ്യം പറഞ്ഞ പോലെ 3-4 ദിവസം കളിക്കുകയോ 1 ദിവസം കളിക്കുകയോ താങ്കൾ രണ്ടാമത് മാറ്റി കളിക്കുകയോ അവിടെ പെരുമാറുകയോ 1 മണിക്കൂർ പോലും നിന്നത് അവനവനല്ലാതെങ്കിൽ അവനവനല്ലാതെയാണ് അവിടെ നിന്നിരുന്നെങ്കിൽ സീക്രട്ട് ഏജന്റ് ആയിട്ട് അവിടെ പെരുമാറിയിട്ടില്ല. ഞാൻ പറഞ്ഞ സീക്രട്ട് ഏജന്റ് അദ്ദേഹം വന്നു, പ്രൊഫൈൽ എൻട്രി അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ. സീക്രട്ട് ഏജന്റ് പെരുമാറിയിട്ടില്ല. അദ്ദേഹം തന്നെ പറയുന്നു പ്രൊഫൈൽ, അതായത് കളിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെ കളിച്ചു തുടങ്ങിയത്. 3 ദിവസം അവിടെ നിന്നോ? 3-4 ദിവസം നിന്നതിന് നിങ്ങൾ അവിടെ ചെക്കൗൺ ചെയ്യുന്നതിന് കൊച്ചു പിള്ളേരെ പോലെ ലോലിപോപ്പ് അതെന്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്? നിങ്ങൾ വളച്ചൊടിക്കുന്നത് എന്താണ്? ഞാൻ വളച്ചൊടിക്കുന്നില്ല, താങ്കൾ സ്റ്റേറ്റ്മെന്റിൽ മാറ്റി നിങ്ങൾ ആദ്യം പറഞ്ഞു അങ്ങനെ ഫേക്ക് കളിക്കാൻ. അവിടെ നിന്ന് കളിച്ചുകൊണ്ട് അവനവൻ നിന്നിട്ടായിട്ടല്ല കളിക്കുക. അവിടെ ഗെയിമിന്റെ രീതികൾക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ അവിടെ വന്നേക്കും അല്ലെ. അവിടെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് എന്നെ തിരിച്ചു വന്ന് പറയുന്നുണ്ട് ഞങ്ങൾ എങ്ങനെയായിരിക്കുന്നു അങ്ങനെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും ഏതൊരു സിറ്റുവേഷൻ വരുന്നു ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിൽക്കുമ്പോൾ മാറേണ്ടി വരും. ആ ഗെയിമിനനുസരിച്ച് മാറ്റേണ്ടി വരും. സംസാരിക്കുന്നതിനനുസരിച്ച് അത് വേണ്ട. കാരണം താങ്കൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് മാറിക്കൊണ്ടിരിക്കും. പിന്നെയാണ് എന്റെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം ഇപ്പോഴും ഫേക്ക് ആണെന്നല്ല, അദ്ദേഹം ഫേക്ക് ആയി കളിച്ചുകൊണ്ടാണ് എങ്ങനെ കളിക്കുന്നു ഒരാള് ഒരു പ്രൊഫൈൽ. അപ്പൊ ഒരാൾ പോലെ എന്താ ഉത്തരവില്ലാതെയോ? എന്റെ ഉത്തരവില്ലാതല്ല, നിങ്ങൾ അതിൽ തന്നെയാണ് കളിച്ചു പോകുന്നത്. നിങ്ങൾക്ക് വേറെ ആരില്ലേ? സായി കൃഷ്ണ മാത്രമാണ് അതിന് മുമ്പ് എന്നുള്ള രീതിയിലേക്ക് ജാസ്മിൻ ഫേക്ക് ആണോ? ഈ ജാസ്മിൻ അതിന് മുമ്പ് കണ്ടുള്ള നേരത്തെ കണ്ടുള്ള ലൈഫിനെ കുറിച്ച് സംസാരിച്ചു. ജാസ്മിൻ അതിന് മുമ്പ് നിന്ന് ഇൻഫ്ലുവൻസർ ആയിട്ടാണെങ്കിൽ പോലും വ്ളോഗ് ചെയ്തിരുന്ന ഒരാളാണ്. എന്തിനെ കുറിച്ചിട്ട് അവിടെ ചെയ്തിരുന്ന വ്ളോഗ്? മേക്കപ്സിനെ കുറിച്ച്, അതെ, നീറ്റ്നെസിനെ കുറിച്ച്, കൂടുതൽ ബ്യൂട്ടി വ്ളോഗ് ആണ്. എന്നിട്ട് അവിടെ ചെയ്യുന്ന നീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണോ? എന്താണ് നീറ്റ്നെസിന് അവരുടെ കൂടെ ഏറ്റവും സുന്ദരിയും അടിപൊളിയായിട്ട് നടക്കുന്നു അവിടെ ജാസ്മിൻ തന്നെയാണ്. മത്സരാർത്ഥികളെന്ന സമയത്ത് നിന്നുള്ള രീതിയിലേക്ക് ഇത്രയും പരാതികൾ അവിടെ നിങ്ങൾ കുളിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ചായയിൽ ഞാൻ സ്ക്രീനിൽ കണ്ടു. എന്ത് സ്ക്രീനിൽ കുളിസീൻ കാണിക്കും? കുളിസീൻ കാണിക്കുന്നില്ല, കുളിക്കുന്നില്ല എന്നുള്ളത് കണ്ടസ്റ്റൻസ് പറഞ്ഞില്ലേ? കണ്ടസ്റ്റൻസ് അങ്ങനെ എന്തൊക്കെ പറയുന്നു? പിന്നെ കണ്ടസ്റ്റൻസ് പറയുന്നില്ല കണ്ടസ്റ്റന്റ് കാണിച്ചിട്ടുണ്ടോ ജാസ്മിൻ കുളിക്കുന്ന? അവര് കുളിക്കുന്നുണ്ടാവും, അവരെ കൺവിൻസ് ചെയ്യുന്ന കാര്യം കുളിക്കുന്നില്ലെന്ന് അവര് പറയുന്നതാണ്. അപ്പൊ ഈ നീറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഒപ്പം തന്നെ നിങ്ങൾ ഈ ആവശ്യമില്ലാതെ ചുമ്മാ വളച്ചൊടിക്കുകയാണ്. ഇപ്പോഴും നേരത്തെ സായിയുടെ കാര്യം കണ്ടസ്റ്റന്റ് പറഞ്ഞു എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ, ഒരു കണ്ടസ്റ്റന്റ് ആണോ ഒരു ഫീമെയിൽ അല്ലെങ്കിൽ ഒരു ഏതൊരാളും ആയിക്കോട്ടെ താങ്കൾക്ക് താങ്കളുടെ വീട്ടിലെ താങ്കൾക്ക് ഇയാൾ എല്ലാ കാര്യങ്ങളും വളച്ചൊടിക്കുന്ന മനുഷ്യരാണ്. ഇത് വളച്ചൊടിക്കില്ല. താങ്കൾക്ക് സ്റ്റേറ്റ്മെന്റ് പറയുന്ന ഉത്തരവില്ല. എന്താണ് ഉത്തരവില്ല? ഒരാളെ കുറിച്ച് ഇങ്ങനെ അപഖ്യാതി പറയുന്നത് സഹ മത്സരാർത്ഥികൾ പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്, അതല്ലാതെ ഞാൻ കണ്ട കാര്യമല്ല പറയുന്നത്. കാല് ഇതുള്ള സീൻ എന്തെങ്കിലും കണ്ടിരുന്നോ? കാല് കടിക്കുന്നത് എന്താ കുഴപ്പം? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല അങ്ങനത്തെ സീൻസ് ഒന്നും. അതിന് മുമ്പുള്ള സീൻ നിങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. അവൾ എന്തിന്റെ ഇവള് നഖം കടിക്കുന്നു എന്ന് പറഞ്ഞത് അത് അവളുടെ ഇഷ്ടമല്ലേ? അതൊരു വൃത്തികേടാണോ?
അല്ല പണ്ടത്തെ ആദിമ മനുഷ്യരൊക്കെ നഖം കടിച്ചാ കളഞ്ഞോണ്ടിരുന്നത്. ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം മനസ്സിൽ തുണിയിലാണ്ട് നടന്നിട്ടുണ്ട്, തുണിയിലാണ്ട് നടക്കും അല്ല, അത് ആൾക്കാർ. മാറി. അല്ലല്ലോ, അതൊക്കെ ഓരോരുത്തരുടെ അപ്പം ഇഷ്ടമല്ലേ? കാലത്തിനനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ആ ഒരു വൃത്തി കാലിൽ എന്നുള്ളത് കടിച്ച് അവളുടെ ഒപ്പം കാലിലല്ലേ കടിച്ചത്, നമ്മുടെ ഒരു പട്ടിയുടെ കാര്യം കാലിലൊന്നും പറയട്ടെ. അല്ലല്ലോ പോയി അപ്പൊ കടിച്ചത്, അനുസരിച്ച് വൃത്തിയില്ലെന്ന് പറയാനായിട്ട്. അല്ലേ, നിങ്ങൾ കാലിൽ കടിച്ച് അവരെ കടിക്കാം. ചൈൽഡിഷ് ആയിട്ട് അതിന് പക്ഷേ വേറെ ആൾ കൊടുക്കുന്ന കാര്യങ്ങളിലേക്ക് വേറെ ആൾ വരുമ്പോൾ. കൊടുക്കുന്ന ചായയിൽ കൊടുക്കാൻ പറ്റും. പിന്നെ ചായയിൽ ഒരാൾ തുമ്മുക, ജാസ്മിൻ ചെയ്ത കുറ്റമാണ്. ജാസ്മിൻ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാൽ അവർക്ക് തുമ്മാൻ പാടില്ല, അവർക്ക് കുളിക്കുന്നില്ല, അവർക്ക് വൃത്തിയില്ല. ഇതാണോ ഒരു ഗെയിമർ ഒബ്സർവ് ചെയ്ത് അപ്പൊ തന്നെ അവിടുത്തെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. നിങ്ങളുടെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. എന്തുവാണ് നിങ്ങൾ ഗെയിമിൽ കാണുന്നത്? അങ്ങനെയെങ്കിൽ എന്തിനാണ് അവിടെ ടെലികാസ്റ്റ് ചെയ്യുന്നത്? എന്ത് ടെലികാസ്റ്റ് എന്തിനാണ് ഇതൊക്കെ ടെലികാസ്റ്റ് എന്ത് ചെയ്യുന്നത്? ചെയ്തോണ്ടല്ലേ കണ്ടേ? കുളിസീന? കുളിസിനെ കുറിച്ചാണ് സംശയം. താങ്കൾ അവിടെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, കുളിസിനിലാണ് ഇൻട്രസ്റ്റ്. നിങ്ങളോട് എന്ത് പറയാനാണ് ഞാൻ?